ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുമൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് കഷ്ണങ്ങളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടുള്ള ഒരു കുറുമ റെസിപ്പിയാണ് കേട്ടോ. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഷ്ണങ്ങളൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കുറുമ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണേ. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുകിയതും പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളകും പിന്നെ 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡും കൂടെ ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊരു ഫൈൻ പേസ്റ്റായി തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നമ്മളിതിനകത്ത് വറ്റൽമുളകും അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്നതിനോടൊപ്പം കാഷ്യൂനട്ടും ഒരല്പം കിസ്മിസും കൂടെ ചേർത്ത് അരയ്ക്കണം കേട്ടോ. നേരത്തെ ഞാനത് മറന്നു പോയതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരുമിച്ച് അങ്ങ് അരച്ചെടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഫൈൻ പേസ്റ്റായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറുമ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ചേർത്ത് കൊടുത്ത നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓൾ ഗരം മസാലാസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി 2 ഏലക്കായ, അതുപോലെ തന്നെ 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും മതിയാവും. കൂടുതലായിട്ട് ഈ ഗരം മസാലാസ് ഉപയോഗിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഭയങ്കര ഡിഫറൻസ് വരുവേ. അപ്പോൾ ഇതൊന്ന് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ശേഷം ഇതിലേക്ക് 2 സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. മീഡിയം വലിപ്പത്തിലുള്ള 2 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒത്തിരി വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നാൽ മതിയാവും. റെഡിഷ് കളറിലേക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സവോള ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ തക്കാളിയും സവോളയും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പാകത്തിൽ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം നമ്മൾ ടീസ്പൂൺ കണക്കിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ മസാലകളെല്ലാം ഈ തക്കാളിയുടെയും സവോളയുടെ ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി ഒന്ന് മൂത്ത മണം വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ നട്ട്സും അതുപോലെ തേങ്ങ ചെരുകിയതും ഒക്കെ കൂടി ഒരുമിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒരു 2.5 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം കുറച്ച് അധികമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിനകത്ത് പൊട്ടുകടലയും നമ്മൾ കാഷ്യൂനട്ടൊക്കെ അരച്ചത് കൊണ്ട് തന്നെ തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് അത് കുറുകി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണ കുറുമയ്ക്ക് വരുമ്പോൾ അത് തീ ഓഫ് ചെയ്യാറാണ് പതിവ്. ഈ ഒരു കുറുമയ്ക്ക് നന്നായിട്ട് തിളച്ച് വന്നാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും ഒരല്പം മാത്രം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഓപ്ഷണലാണ്, അത് ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കുറുമയാണ് ഇത്. ഈ ഒരു വെറും കുറുമ ചപ്പാത്തി, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബീട്രൂട്ട് മസാല ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.